ഓവറായോ എന്നൊരു സംശയം. ഇടയ്ക്കിങ്ങനെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ മൊബൈലിൽ നമ്മൾ നോർമൽ വീഡിയോ എടുത്ത് കാണുന്നൊരു ശീലം എനിക്കുണ്ട്. നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ യങ് ബ്ലോഗറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ആനിവേഴ്സറി സർപ്രൈസാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ചേച്ചിക്കുള്ള സർപ്രൈസായിരുന്നു ഇന്നത്തെ മെയിൻ. അപ്പോൾ ചേച്ചി പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിലുണ്ടായിരുന്നു. എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ചേച്ചി ഓരോരുത്തരെ കാണുമ്പോൾ ഈശ്വരന്മാരെ ഇതെന്താ ഇവിടെ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ എന്നുള്ള മൈൻഡാണ്. കാരണം ആൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയൊക്കെ കണ്ടു. അപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഒരു കേക്ക് കട്ടിങ് നടന്നു. സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഇയർ കഴിഞ്ഞിട്ടുള്ളൊരു പുതിയൊരു വർഷം, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആനിവേഴ്സറി, അങ്ങനെ പല ആനിവേഴ്സറികൾ വന്നാലും നമ്മളത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. കാരണം ആ ഓരോ ദിവസങ്ങളും നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട്, അറിയാമല്ലോ. ഇത് ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. അത് പാക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ഐറ്റംസ് നമുക്കിവിടെ കിട്ടി. അതിനുശേഷം പാക്കിങ് ചെയ്തു. ഒരു ന്യൂ മോഡലായിട്ടാണ് ഞാനത് പാക്ക് ചെയ്ത്, ക്യാൻഡി മോഡലാണ് അത് പാക്ക് ചെയ്തത്. എന്നാൽ അതിലൊരു എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരാൻ വേണ്ടിയാണ് ക്യാൻഡി മോഡൽ ഞാൻ പാക്ക് ചെയ്തത്. അപ്പോൾ ചേച്ചി നോക്കാണ് കേട്ടോ, എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ക്യാൻഡി എന്നൊക്കെ പറഞ്ഞാൽ മിഠായി ആണോ? അപ്പോൾ തുറന്നു നോക്കി, നമ്മൾ വാച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ വാച്ച് പുതിയ മോഡൽ വാച്ചാണ്. അപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ സർപ്രൈസ് കൊടുക്കുമ്പോണ്ടല്ലോ, കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ കൊറിയയിലാണ്. അപ്പോൾ ചേട്ടനെ ഗിഫ്റ്റാണത്. ചേട്ടനെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അല്ലേ ഗിഫ്റ്റായിരിക്കും. പിന്നെ ഇതായിരുന്നു നമ്മുടെ കേക്കും ബൊക്ക, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് ഇന്നൊരു അടിപൊളി ആനിവേഴ്സറി തന്നെ ആഘോഷിച്ചു എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഓരോ ദിവസവും അതുപോലെ സ്പെഷ്യലായിട്ട് ദിവസങ്ങളൊക്കെ ആഘോഷിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. ബൈ.